ഒരു വിഷയം നമ്മളുടെയൊക്കെ വീടുകളിലേക്ക് എത്തുന്നത് വരെ നമുക്കത് വെറും ന്യൂസ് മാത്രമാണ് അല്ലേ. ടി വിയിൽ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന വെറും വാർത്ത മാത്രമാണ് നമുക്ക്. ദി മൂമെൻ്റ് അത് നമ്മളെ വീട്ടിലേക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ പാനിക് ആവാൻ തുടങ്ങും. ഇന്ന് ഇറാൻ US ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മുടെ അടുക്കള വരെ എത്തിയിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും അടുക്കളയിൽ വരെ എത്തിയിട്ടുണ്ട്. ആൾക്കാർ പാനിക് ബൈയിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പാനിക് ബൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതിനേക്കാളും കൂടുതൽ നോളജ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്നും ഇറാൻ US വാറിനെ ഒരു ന്യൂസ് മാത്രമായിട്ട് നോക്കിക്കണ്ടിട്ട് അത് എന്നെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി പറയുന്നവരും ഇറാനു വേണ്ടി പറയുന്ന ആൾക്കാരും ആ ഒരു ഇതിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതല്ല ഇന്നത്തെ സിറ്റുവേഷൻ. നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ ഭക്ഷിക്കണോ, നമ്മൾ വല്ല ഭക്ഷണം കഴിക്കണോ, നമ്മൾ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു യുദ്ധത്തിൻ്റെ ഈ ഒരു സംഭവം മാറിക്കഴിഞ്ഞു. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ന്യൂസ് കണ്ടോ? എക്സിൽ വന്നിട്ടുള്ളതാണ്. ബ്രിക് ന്യൂസ്. ജസ്റ്റ് ഇൻ ഇറാൻ സ്ട്രൈക്സ് Thai ship attempting to pass through Strait of Hormuz. ഈ ലോകത്തിൽ ഹോർമസ് കടലെടുക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് വെറും 39 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കടലെടുക്ക് നിങ്ങളുടെയും എൻ്റെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയില്ലെങ്കിലും ഇറാൻ അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. അവരെ കൊണ്ട് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളത് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. യുദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് വെടിയേക്കുക അവിടുന്ന് ഇങ്ങോട്ട് വെടിയേക്കുക മിസൈൽ വിടുക മാത്രമല്ല, ഒരുപാട് ടൈപ്പ് ഓഫ് വാർ ഉണ്ട്. നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ സൈബർ ആയിരിക്കാം, ഫൈനാൻഷ്യൽ ആയിരിക്കാം, എക്കണോമിക്, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാർഫെയറുകളുണ്ട്. ഇന്നത്തെ വീഡിയോ ഇറാൻ US ഇസ്രായേൽ ടെൻഷൻസ് റിലേറ്റഡ് ആയിട്ടാണ്. ഇതുപോലത്തെ ന്യൂസ് അറിയണമെന്നുണ്ടെങ്കിൽ, ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു സ്നാപ്ഷോട്ട് പോലെ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം റെക്കഗ്നൈസ് ചെയ്ത് ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. മാത്രമല്ല ഇതുപോലത്തെ കോണ്ടൻറ്റ് ഞാൻ ചെയ്യുന്നത്, ഇതുപോലത്തെ സീരിയസ് കോണ്ടൻറ്റ്സ്, മറ്റേ ചാനലിൽ ഞാൻ വേറെ കുറേ ഗോസിപ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ സീരിയസ് കോണ്ടൻറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നലെ 2 ദിവസം മുന്നേ നിങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയണം. 2 ദിവസം മുന്നേ ഞാൻ കേട്ടിട്ടുള്ളൊരു ന്യൂസാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന LPG അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഇനി പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീടുകളിൽ എത്തില്ല എന്നുള്ളൊരു ന്യൂസ് നിങ്ങൾ കേട്ടുവോ? എൻ്റെ വീട്ടിലുണ്ടായി. അമ്മയാണ് സാധാരണ ഇതൊക്കെ ബുക്ക് ചെയ്യാറ്. അമ്മയുടെ പേരിലാണ് ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മനോട് വിളിച്ചിട്ട് കൂട്ടാ ഇനി ഗ്യാസ് കിട്ടില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, വേഗം ബുക്ക് ചെയ്തോളൂണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അവെയർ ആയതുകൊണ്ട് ഐ വാസ് എക്സ്പെക്ടിങ് ദിസ്. ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമാണ്. എന്നിട്ട് വേഗം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു. പിന്നെ അവർ പറഞ്ഞു 30 ദിവസം 36 ദിവസം കഴിയാണ്ട് ഇനി രണ്ടാമത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് കഴിഞ്ഞ് പിന്നെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് ശരാശരി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ടൗണിലൊക്കെ താമസിക്കുന്ന, എവിടെ താമസിക്കുന്ന ആൾക്കാരിൽ ഗ്യാസ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം അല്ലേ. വീടുകളിൽ സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈ ഒരു യുദ്ധം കാരണം അത് ഡയറക്റ്റ്ലി ലിങ്ക് ടു പെട്രോളാണ്, ട്രാൻസ്പോർട്ടേഷനാണ്, കമോഡിറ്റീസാണ്. അങ്ങനത്തെ ഏറ്റവും കൂടുതൽ എന്താ പറയുക നമ്മളൊക്കെ ജീവിതത്തിന് ബാധിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് കടലെടുക്ക്. 39 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമസ് കടലെടുക്ക് നിങ്ങളുടെയും എൻ്റെയൊക്കെ ജീവിതത്തിനെ സ്വാധീനിക്കാനുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹോർമസ് കടലെടുക്കിലൂടെ പോകാൻ നിൽക്കുന്ന ഒരു തായ് ഷിപ്പിനെ ഇറാൻ ആക്രമിച്ചു എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ഇത് ആവുന്ന സമയത്ത് നമ്മൾ എന്തിനാ പാനിക്കാവുന്നത്? ഇന്ത്യൻസിലെ നമ്മൾ ഇന്ത്യക്കാരെന്തിനാ പാനിക്കാവുന്നത്? നമ്മുടെയൊക്കെ ഒരുപാട് സഹോദരങ്ങൾ മിഡിൽ ഈസ്റ്റിലുണ്ട്, അറിയാലോ. അതിൻ്റെയൊക്കെ ന്യൂസ് ഞാൻ വേറൊരു സമയത്ത് സംസാരിക്കാം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് പാനിക്കാവുന്നതെന്ന് വെച്ചാൽ അതാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്ന ന്യൂസ്. ഇന്ത്യ കണ്ടംസ് സ്ട്രൈക്ക് ഓൺ തായ് ഷിപ്പ് ബൗണ്ട് ഫോർ ഗുജറാത്ത്, വോൺസ് ഓൺ ഷിപ്പിംഗ് സേഫ്റ്റി എന്നും പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഷിപ്പ് ഗുജറാത്തിൽ കാണ്ട്ല പോർട്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്
മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഗ്യാസുമായി വരുന്ന ഒരു വെസലായിരുന്നു. തായ് ഫ്ലാഗ്ഡ് കാർഗോ വെസൽ ബൗണ്ട് ഫോർ ഗുജറാത്ത്സ് കാണ്ട്ല പോർട്ട് ആഫ്റ്റർ ഇറ്റ് വാസ് സ്റ്റക്ക് ബൈ അൺഐഡൻറ്റിഫൈഡ് പ്രൊജക്ടൈൽ. അത് ഇറാൻ അതിൻ്റെ ആക്രമണം ക്ലെയിം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വേറെയും 3 ഷിപ്പുകൾ ഈ ഒരു വെസലിൻ്റെ പേര് മയൂരി നാരി എന്ന് പേരിട്ടിട്ടുള്ള ഒരു തായ് വെസലാണ്. വേറെയും 3 വെസൽ, അതിൽ 3 ഇതും കൂടി ഇൻക്ലൂഡ് ആണെന്ന് അറിയില്ല, എന്താണെങ്കിലും 3 ഷിപ്സ് എന്നുള്ളതാണ് പറയുന്നത്, ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യുന്നത് നമ്മളുടെ അടുക്കളയിലേക്കാണ്. ഇന്ന് രാവിലെ 24 ന്യൂസ് ഞാൻ വെച്ച സമയത്ത്, രാവിലെ 24 ന്യൂസ് വെച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഹോട്ടൽസിൻ്റെ കാര്യമാണ്. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്നൊരു സംഭവമുണ്ട്, അവശ്യ സാധന നിയമം. എസെൻഷ്യൽ 1955 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. അത് ഇൻവോക്ക് ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ നാട്ടിൽ വരുന്ന ഇപ്പോൾ സിലിണ്ടറുകളുടെ വിഷയത്തിലാണ് ഇത് കാര്യമായിട്ട് വന്നിട്ടുള്ളത്. അതായത് കമേഴ്ഷ്യൽ സിലിണ്ടേഴ്സും ഉണ്ട്, ഡൊമസ്റ്റിക് സിലിണ്ടേഴ്സും ഉണ്ട്. കമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ ഹോട്ടൽസിലൊക്കെ ഉപയോഗിക്കുന്ന സിലിണ്ടേഴ്സ്. അപ്പോൾ ഡൊമസ്റ്റിക് വീട്ടിലുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള സിലിണ്ടേഴ്സ് അവൈലബിൾ ആവണം എന്നുള്ള ആ ഒരു നിയമത്തിൻ്റെ ഈ ഒരു സംഭവം ആ ഒരു നിയമത്തിൻ്റെ പരിധിയിലുണ്ട്. അത് ഗവൺമെൻറ് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ വീട്ടിൽ വയ്ക്കുക ആവശ്യമുള്ള പാചക സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, കൊമേഴ്ഷ്യൽ സിലിണ്ടേഴ്സ് അതിൻ്റെ സപ്ലൈ ലിമിറ്റ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, പല ഹോട്ടൽസിലൊക്കെ പല ഐറ്റംസും അവർ കട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. പല ഐറ്റംസൊന്നും അവൈലബിൾ അല്ല. അതായത് ബൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒറ്റ തീയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഡ്ഡലി പോലത്തെ ഐറ്റംസ് ഒഴിച്ച് സിംഗിളായിട്ട് വരുന്ന കൂടുതൽ ഗ്യാസിൻ്റെ കൺസംഷൻ വരുന്ന ഐറ്റംസ് ഹോട്ടൽസിൽ ഇനി അവൈലബിൾ അല്ല, റെസ്റ്റോറൻറ്റ്സിൽ ഇനി അവൈലബിൾ അല്ല എന്നും പറഞ്ഞിട്ട് ഞാൻ പല സ്ഥലത്തും ന്യൂസ് കണ്ടു. പാരഗണ്ട റിപ്പോർട്ട്സ് കണ്ടു, ഇവിടെ കൽപ്പറ്റ, ആലപ്പുഴ, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ട്സ് ഇന്ന് രാവിലെ വെച്ച സമയത്ത് കണ്ടു. അപ്പോൾ ഈ ഒരു ന്യൂസ് എല്ലാം കൂടി വന്ന സമയത്ത് ആൾക്കാർ പാനിക് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ടെൻഷൻ അടിച്ചിട്ട് കൂടുതൽ വാങ്ങുക. ഇന്ത്യ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസും കൂടി വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസാണ് BBC പുറത്തുവിട്ടിട്ടുള്ളത്. ലാർജസ്റ്റ് എവർ ഓയിൽ റിസർവ് റിലീസ് അഗ്രീഡ് ബൈ 32 കൺട്രീസ്. അതായത് 32 മെമ്പേഴ്സ് ഓഫ് ഇന്റർനാഷണൽ എനർജി ഏജൻസി അഗ്രീഡ് ടു ദെയർ ലാർജസ്റ്റ് എവർ റിലീസ് ഓഫ് ഓയിൽ റിസർവ്സ് ഇൻ എൻ എഫേർട്ട് ടു കാം മാർക്കറ്റ്സ്. അതായത് IEA എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ എനർജി ഏജൻസി, വിച്ച് ഇൻക്ലൂഡ്സ് UK ആൻഡ് US. USA ഉൾപ്പെട്ടിരിക്കും. അവർ റിലീസ് ചെയ്യാൻ പോകുന്നത് 400 മില്യൺ ബാരലാണ്. ദാറ്റ്സ് അബൌട്ട് 4 days വർത്ത്, 4 ദിവസത്തെ ടോട്ടൽ കൺസംഷന് വർത്ത് ആയിട്ടുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള അത്രയും ഓയിൽ റിസർവ്സ് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ യുദ്ധം ഡെഫിനറ്റ്ലി തീരാതിരിക്കില്ല, തീരണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെയൊക്കെ വീടുകൾ, നമ്മളുടെ ജീവിതത്തിനെ ഇതിലേറെ കൂടുതൽ ബാധിക്കാൻ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇറാൻ ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിനെ ഒരു നെഗോസിയേഷൻ പോയിൻ്റായിട്ട് വെച്ചിരിക്കുകയാണ്. അവർക്ക് ലോകത്തോട് നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരു പോയിൻ്റായിട്ട് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇതിപ്പോൾ ബാധിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഒരിക്കലും അമേരിക്കനെ തിരിച്ചടിക്കാൻ കഴിയില്ല. ഇസ്രായേലിനെ കൊണ്ട് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും തിരിച്ച് തിരിച്ച് അമേരിക്കന് ഇറാനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറാൻ എന്താ ചെയ്യുന്നത്, ഈ അമേരിക്കയ്ക്ക് ആരൊക്കെയാണോ എയർബേസ് പ്രൊവൈഡ് ചെയ്ത് എയർബേസിനുള്ള സ്ഥലം കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ്. 15 വർഷം ഞാൻ UAE നിന്ന ആളാണ്. സേഫസ്റ്റ് കൺട്രി എന്ന് സീരിയസ്ലി അവിടെ നിൽക്കുന്ന ആൾക്കാരെ പറഞ്ഞ സംഭവമാണ്. ഇന്നത് ഏറ്റവും വളരെ മോശം സിറ്റുവേഷനിലാണ്. ഇനി അവിടുന്ന് എന്തൊക്കെ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടെങ്കിലും സിറ്റുവേഷൻസ് അവിടെ മോശമാണ് എന്നുള്ളത് ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞു. അവിടെ ആൾക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല പറയും. പക്ഷേ അതല്ല, അത് ആ വ്യക്തി വിവരം പുറത്തു വിടാനായിട്ടാണെന്നുള്ളത് വിത്ത് ഡാറ്റ, അതായത് വിത്ത് പ്രൂഫ് കാര്യങ്ങൾ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ നൈബറിങ് കൺട്രീസ്, അതായത് ഇതിലൊന്നും ഭാഗമല്ലാത്ത രാജ്യങ്ങളെ അവിടെ അവർ ഇടുന്ന സമയത്ത് അതിലൊന്നും പെടാത്ത നമ്മൾ നല്ല ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. എണ്ണ ലഭ്യത കുറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും വില കൂടും. സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിതം തന്നെ ദുസ്സഹമായിരിക്കും. വിലക്കയറ്റം എല്ലാം എഫക്റ്റ് ചെയ്യാൻ പോവുക, സാധനങ്ങളുടെ ലഭ്യതയൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പിന്നെ ആ പൊട്ടനാണ് അവിടെ നിൽക്കുന്നത്, ആ പ്രാന്തനാണ് നിൽക്കുന്നത്, പറയാതിരിക്കാൻ വയ്യ. ട്രംപ്
എനിക്ക് എൻ്റെ ഒരു ബലമായ സംശയം, ഞാൻ റിപ്പോർട്ട്സ് പലതും വായിച്ച സമയത്ത് ആരുടെങ്കിലും ബിസിനസ് സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ സ്വയം അല്ലെങ്കിൽ ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബിസിനസ് സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, പഴയ സദ്ദാം ഹുസൈൻ്റെ കേസ് അറിയാലോ, അമേരിക്ക അന്ന് കാണിച്ചിട്ടില്ലേ, ബുഷനല്ലേ, അതെ, അതായത് യുറേനിയം നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺ പ്രൊക്യൂർ ഡെവലപ്പ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടാണ് ഇറാഖിനെ പണ്ട് അറ്റാക്ക് ചെയ്തത്. എന്നിട്ട് സദ്ദാമിനെ ആ ഒളിത്താവളത്തിനുള്ള ഒമർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ആ ഒരു സഹായത്തോടു കൂടി സദ്ദാമിനെ പിടിക്കുന്ന സമയത്ത് പിടിച്ചു കഴിഞ്ഞ് തൂക്കിലേറ്റി കഴിഞ്ഞിട്ട് പിന്നീട് US സമ്മതിച്ചു ഇറാഖിൻ്റെ കയ്യിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അതവർ വേറെ കാരണം. അപ്പോൾ ഇതുപോലെ കാരണങ്ങൾ ഇവരുണ്ടാക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇയാളൊരു അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഇനി ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജ് വരാനുണ്ട്. നമുക്കിതൊന്നും നമുക്ക് വിചാരിക്കാത്ത രീതിയിലായിരിക്കും. സൈബർ വാർ വെറും സാധാരണ ഹാക്കിങ്ങിൽ മാത്രം ഒതുങ്ങുന്നില്ല. നാളെ നമ്മൾ ഒരു നിമിഷം ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, കാരണം വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. This is a latest report coming in where the IRGC has now suggested that Google and tech companies in the region may be legitimate targets as well, because remember, these are also being targeted also for the satellite imagery that is being provided by the big tech companies at the moment. But the word coming in from IRGC is that of a word of caution being extended to the big tech players. For now, it's in fact Google that's being warned by the Revolutionary Guard Corps in Iran, which is suggesting that they could very well be on the radar and they'll be legitimate targets as will be regarded by the IRGC. So as we can see that this war has also become a more hybrid form of warfare, where not only misinformation and cyber warfare is taking place, but in fact it is these big tech players, primarily Google, that are also playing a role, especially in providing satellite imagery at the moment. And so the word of caution that's coming in from the IRGC is that one, to Google, that tech companies like Google will in fact be treated as legitimate targets over here. That's what the IRGC say. Now, ഓക്കെ, ഈ ന്യൂസ് നിങ്ങൾ എത്ര പേര് കേട്ടു അറിയില്ല. ഡയറക്റ്റായിട്ട് അടിക്കാൻ പറ്റാത്തത് കൊണ്ട് അമേരിക്കൻ കമ്പനീസ് ആയിട്ടുള്ള ഗൂഗിൾ, മെറ്റ, വാട്സാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, ഒരു നിമിഷം നമുക്ക് ഇതൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താണെന്നുള്ളത് നമുക്ക് ആലോചിക്കാം അല്ലേ. ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ബാങ്കിങ് ആപ്ലിക്കേഷൻസ്, ഒരു നിമിഷം നമ്മൾ മൊബൈൽ തുറന്നു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി തുറന്നു നോക്കുന്ന സമയത്ത് ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്ത സിറ്റുവേഷൻസ് വരിക. അപ്പോൾ ഗൂഗിളിനെ ഡയറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവർ വാൺ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ പല കാര്യങ്ങളും, ഇപ്പോൾ ഗൾഫിലുള്ള, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേറൊരു മുഖമുണ്ട്. ലോകത്തുള്ള ഒരുപാട് ഭീമൻ ബിസിനസ്സുകാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ് ഉള്ള സ്ഥലമാണ് ദുബായ്. അപ്പോൾ അവിടെ വരുന്നത് ദുബായ് ആൻഡ് മിഡിൽ ഈസ്റ്റ് അല്ലേ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അതിനെ ബാധിക്കുന്നു. ഇക്കണോമിക്കൽ ക്രൈസിസ് വരുന്നു. ഒരുപാട് ഡയമെൻഷൻസ് ഇതിനുണ്ട്. എന്തായാലും ഓരോ ദിവസവും കഴിയുന്തോറും നമുക്കിങ്ങനെ ഒരു പ്രത്യാശയാണ്, ഇന്ന് തീരും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലാണ്, അപ്പുറത്തുള്ളത് ട്രംപാണ്. ഖമനേയിനെ തീർത്തു കഴിഞ്ഞാൽ തീരുമെന്ന് വിചാരിച്ചിട്ടുള്ള സിറ്റുവേഷനിൽ ഇന്നും അവർ വളരെ ശക്തമായിട്ട് റിട്ടാലിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അപ്പോൾ ഇറാൻ്റെ കയ്യിൽ വേറൊരു കോൺഫിഡൻസും കൂടി ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സംഭവം, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്, ചെറിയൊരു കടലെടുക്ക്, പേർഷ്യൻ ഗൾഫിൻ്റെയും ഗൾഫ് ഓഫ് ഒമാൻ്റെയും നടുക്കുള്ള ആ ഒരു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ലോകത്തിൻ്റെ കാര്യം പോട്ടെ, നമുക്ക് അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ കുറച്ചും കൂടി സീരിയസ് കോണ്ടൻറ്റാണ് ഈ ഒരു ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.